സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇബ്ലീസ് ത്വരീഖത്തിന്റെ ഓരോ പിഴച്ച ആശയങ്ങളും അനുദിനം പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന്റെ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഇബ്ലീസ് ത്വരീഖത്തിന്റെ കൂടാരത്തിൽ ഒരു ഷാദുലി റാത്തീബ് എന്ന പേരിൽ അവർ ചില തുള്ളിച്ചാട്ടങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കാനായിട്ട് ഒരു വിശിഷ്ട അതിഥി എത്തിയത് CH മുസ്തഫ എന്ന് പറയുന്ന തനിച്ച പുത്തൻവാദിയാണ്. പക്ക പുത്തൻവാദി എന്ന് പറഞ്ഞാൽ CH മുസ്തഫയാണ്. കാരണം ചേകുനൂർ മൗലൂടെ എല്ലാ ആശയങ്ങളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹമാണ് ഈ പറയുന്ന ഇബ്ലീസ് ത്വരീഖത്തിന്റെ ഈ തുള്ളിച്ചാട്ടത്തിന്റെ ആ മജ്ലിസിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. അപ്പൊ അത്തരത്തിലുള്ളൊരു പുത്തൻവാദിയെ ഞങ്ങൾ വലിയ സുന്നികളാണ്, ഞങ്ങൾ മാത്രമേ സുന്നികളുള്ളൂ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ മജ്ലിസിലേക്ക് പങ്കെടുക്കാൻ പറ്റുമോ? എന്താണ് ഒരു വഹാബിയുടെ കൂടെ, ഒരു പുത്തൻവാദിയുടെ കൂടെ ഇരിക്കുന്നതിന്റെ മതവിധി? നൗഷാദ് തന്നെ പറയട്ടെ. ഈ ആയത്തിന്റെ തഫ്സീർ ഞാനൊന്ന് വായിക്കാം, ശരിക്കും ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഇതിന്റെ തഫ്സീറിൽ എഴുതുകയാണ്, ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞ ആശയം അന്നഹിയു അൻ മുജാലസത്തി അഹ്ലിൽ ബിദ്അ, ബിദ്അത്തുകാരനോട് കൂടിയിരിക്കാൻ പാടില്ല, അതിനെ തൊട്ടുള്ള വിരോധമാണ് ഈ ആയത്തിൽ പറഞ്ഞത്. വല്ലഹുവ, ഈ തോന്നിവാസികളായ ആളുകൾ ദീനിന്റെ കാര്യം കൈകാര്യം ചെയ്യുമ്പോ സ്വന്തം തോന്നിയതുപോലെ പറയുന്ന പുത്തൻവാദികൾ, അവരെ കൂടെ കൂടിയിരിക്കരുത് എന്നാണ് ഈ ആയത്ത് പറഞ്ഞത്. ഇനി കേട്ടോ, വാന്നമൻ ജാലസഹും, അവരെ കൂടെ ഒരുത്തൻ ഇരുന്നാൽ ഹുകുമുഹും, ഇരുന്നവന്റെ വിധി ആ വഹാബികളുടെ അല്ലെങ്കിൽ പുത്തൻവാദികളുടെ കാര്യത്തിൽ എന്താണോ ദീനിന്റെ വിധി, ആ വിധി തന്നെയാണ് ഇരുന്നവന്റെയും വിധി. അപ്പൊ പുത്തൻവാദിയോട് കൂടെ ഇരുന്നാല് ആ പുത്തൻവാദിയുടെ അതേ വിധി തന്നെയാണ് ഇവരുടെയും വിധി എന്നാണ് നൗഷാദ്. ഇത് AP സമസ്തയിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള പ്രസംഗം കേട്ടോ. AP സമസ്ത എന്നൊക്കെ പോയിട്ട് ആമാശയ മുന്നേറ്റം എന്ന ആദർശ മുന്നേറ്റം എന്ന പേര് പറഞ്ഞുകൊണ്ട് സ്റ്റേജ് കെട്ടി പ്രസംഗിച്ച അതേ പ്രസംഗത്തിൽ നിന്നാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. അപ്പോൾ ഇരുന്നവന്റെ ആ ബിദഅത്തുകാരനോട് കൂടെ ഇരുന്നാല് ആ ബിദഅത്തുകാരന്റെ പോലെ തന്നെയാണ് ഇവന് എന്നാണ് നൗഷാദ് പറഞ്ഞത്. ഇനി നമുക്ക് ഇവരുടെ ആ മജ്ലിസ് ജസ്റ്റ് ഒന്ന് കാണാം. ഒക്കെ റാഹത്തായി കിട്ടാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യും. നമ്മുടെ വന്യരായ CH മുസ്തഫ മൗലവി നമ്മുടെ സദസ്സിൽ ഉണ്ട്. മടവൂർ കോട്ടയ്ക്ക് വേണ്ടി എല്ലാവരും ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് രണ്ട് വാക്ക് സംസാരിക്കാൻ ശൈഖുനയുടെ സമ്മതപ്രകാരം CH മുസ്തഫ മൗലവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ സാദാത്തുക്കളെ, മശായിഖന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, വളരെ അനുഗ്രഹീതമായ ഒരു മജ്ലിസിൽ ഇരിക്കുന്ന നിങ്ങളേവരെ, അപ്പൊ ഇവരുടെ മജ്ലിസിലും ഇവരുടെ കൂടാരങ്ങളിലേക്കൊക്കെ വരുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ്. അപ്പൊ ഇവരോട് കൂടെയാണ് ഇവരുടെ ഇരുത്തവും നടത്തവും ഒക്കെ. അപ്പൊ ഇവരുടെ എല്ലാ ആശയങ്ങളും ഇവർക്കുമുണ്ട്. അതായത് ഈ പറയുന്ന CH മുസ്തഫയുടെ എല്ലാ ആശയങ്ങളും പേറിയിട്ടാണ് ഈ പറയുന്ന ഇബ്ലീസ് ത്വരീഖത്തിന്റെ നൗഷാദും കൂട്ടരും നടക്കുന്നത്. അല്ല, ഇനി ആർക്കെങ്കിലും CH മുസ്തഫയുടെ ആശയങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് തന്നെ സംസാരിച്ചത് നമുക്കൊന്ന് കേൾക്കാം. പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസത്തിനെതിരെ, ഇസ്ലാമിന്റെ ആശയത്തിനെതിരെ പറയുന്നവരുണ്ട്. ഇപ്പോൾ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങോട്ടോ, ഇപ്പോൾ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, ഒരു ചേകന്നൂരിന്റെ 2ാം പതിപ്പ്. ഈ പറഞ്ഞ ചങ്ങാതി ഉണ്ടല്ലോ, ഈ പൊരുളെഴുതിയ ചങ്ങാതി, ആ പൊരുളെഴുതിയ ചങ്ങാതി എന്താ വാദം എന്നറിയോ? ലൈലത്തുൽ ഖദ്ർ ഇല്ല ഒരു വാദം. അതിനെന്താ പറഞ്ഞെന്നറിയോ? അതേ തനസ്സലുൽ മലായികത്തു എന്നുണ്ട് ഖുർആനിൽ. അവിടെ തനസ്സലു എന്നുള്ളത് സഹാബികളും ഇമാമിങ്ങളും ഒക്കെ കൂടിയിട്ട് ഖുർആനിൽ തനസ്സലു എന്ന് ഹർക്കത്ത് മാറ്റിയതാ. തെനസ്സലാന്നാ അവിടെ വേണ്ടത്. അവന്റെ വാദ തെനസ്സലാന്നാ വേണ്ടി, അത് തെനസ്സലു ആക്കിയതാ. പിന്നെ ഒരു വാദം എന്താണെന്നറിയോ? പെണ്ണുങ്ങൾ ഒരുപാട് നബിമാര് വന്നിട്ടുണ്ട്. വൗഹൈന ഇലാ ഉമ്മി മൂസ എന്ന് ഖുർആനിലുണ്ട്. വഹി അറിയിച്ചു എന്നല്ലേ പറഞ്ഞു മൂസാ നബിന്റെ ഉമ്മാക്ക്, അതുകൊണ്ട് റസൂലാണ്. എന്നാ പിന്നെ ഖുർആനിൽ വൗഹൈന ഇലൻ നഹ്ലി എന്ന് വൗഹാ റബ്ബുക ഇലൻ നഹ്ലി, തേനീച്ചക്ക് വഹി അറിയിച്ചുന്നുണ്ട്, തേനീച്ച റസൂലാ. അപ്പൊ ഇങ്ങനത്തെ വാദം ഉന്നയിച്ച ഒരു മൗലവി ഉണ്ട് ഇപ്പോ.
അദ്ദേഹം സുബ്ഹാനല്ലാഹ് ഇതിന്റെ അടുത്തൊരു സ്ഥലത്ത് ഒരാള് മൂപ്പര് സയ്യിദാണെന്ന് വിചാരിച്ച് നമ്മളൊന്നും പറയലില്ല. പക്ഷെ അവിടെ ഇവനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചതായി ഞാൻ അറിഞ്ഞു. അങ്ങനത്തെ പിഴച്ചുപോയ കക്ഷികളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്ന സ്ഥലത്തൊന്നും മുസ്ലിമീങ്ങൾ പോയി പ്രസംഗം കേൾക്കാൻ പാടില്ല. മുസ്ലിമീങ്ങൾ നന്നായി മനസ്സിലാക്കണം. പേരോട് കൃത്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഇത്തരത്തിലുള്ള പിഴച്ച ആശയങ്ങളുള്ള ആളുകളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുക, ക്ലാസ് എടുപ്പിക്കുക, അവരുടെ ആശയങ്ങൾ കേൾക്കാൻ വേണ്ടി ജനങ്ങളോട് പറയുക. ഇത്തരത്തിലുള്ള പരിപാടികളാണ് ഈ പറയുന്ന ഇബ്ലീസ് ത്വരീഖത്തിന്റെ ഈ കൂടാരത്തിൽ നടന്നത്. എന്നാൽ ഇതിനൊക്കെ വിശദീകരണമായിട്ട് നൗഷാദ് വന്നിട്ടുണ്ട്. അതല്ലെങ്കിലും എന്ത് തെമ്മാടിത്തരത്തിനും ന്യായീകരണമായിട്ട് നമ്മുടെ നൗഷാദ് വരാറുണ്ട്. ഇബ്ലീസിനെ നന്നാക്കി സ്വർഗത്തിൽ പോകാൻ വരെ അവൻ ന്യായീകരിച്ചു വന്നിട്ട് കുടുങ്ങിയതാണ്. ഇപ്പോൾ ഇതാ അടുത്തതായിട്ട് CH മുസ്തഫ വന്നത് നാട്ടുകാരെല്ലാം കണ്ടു. അപ്പൊ അതിനെ ന്യായീകരിച്ചു വന്നിക്കാണ് നമ്മുടെ നൗഷാദ്. പറയട്ടെ. മശായിഖിന്റെ ഹദറത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലം. പ്രത്യേകിച്ച് സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ. നമ്മൾ അവിടെ ഇന്നലെ ഷാദുലിക്ക് വന്നതാ. ഷാദുലിക്ക് അവിടെ വരുന്നു, അവിടുത്തെ മജ്‌ലിസിൽ വരുന്നു, എല്ലാരും വരും. ഹൈന്ദവ മതക്കാർ വരും, ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവർ വരും, പലരും വരും. തങ്ങളെ വിശ്വാസമുള്ളവരൊക്കെ വരും. തങ്ങളെ വിശ്വാസമുള്ളവര് വന്ന് തൗബ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഏത്? സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങളുടെ സ്ഥലം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. നമുക്കത് CH മുസ്തഫയോട് തന്നെ ചോദിക്കാം. അല്ല മുസ്തഫ, നിങ്ങൾ അങ്ങോട്ട് പോയത് തൗബ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഞാൻ തൗബ ചെയ്യേണ്ടുന്ന എന്തെങ്കിലും പാപമോ തെറ്റോ ചെയ്യുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്നുള്ളത് എന്റെ സ്വകാര്യമായ ഒരു സംഗതിയാണ്. അപ്പൊ തൗബ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇയാൾ പോയത്. നൗഷാദിന്റെ ഒരു കളവ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവിടെ പോയിട്ട് തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമെന്ന്. അല്ലെങ്കിൽ ചിന്തിച്ചാൽ മതിയല്ലോ, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരോടും അവിടെ പോയിട്ട് തൗബ ചെയ്യലാണെന്ന്. എന്താ നൗഷാദ ഇതൊക്കെ? എന്നിട്ട് ന്യായീകരിച്ച് പൂർത്തിയാക്ക്. തങ്ങൾ അവിടെ കൃത്യമായി മജ്‌ലിസിന് മുമ്പിൽ ഇരുന്നപ്പോ, മജ്‌ലിസ് നടക്കുന്നതിന് മുമ്പ് തങ്ങൾ ഇരുന്നല്ലോ, കൃത്യമായി ഓരോ ഹദീസുകൾ എടുത്തുകൊണ്ട് തന്നെ പഠിപ്പിക്കുകയാണ്. ഞാനുണ്ട്, ഷെയ്ഖുൻ, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഈ ഹദീസിൽ വിശ്വസിക്കണട്ടോ, ഇത് വിശ്വസിക്കാത്തവൻ കാഫിറാണ്. നിങ്ങൾ അയാൾക്ക് പറയണ കുറ്റണ്ടല്ലോ, അതൊക്കെ കൃത്യമായി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. തങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അത് കാണിക്കണം എന്നുമായി തങ്ങൾ. എങ്ങനെ കാണിക്കല്? ഷാദുലി റാത്തീബിന്റെ മജ്‌ലിസിലിരിക്കണം. ഇത് പറയുമ്പോൾ ഇവന് തന്നെ ചിരി വരുന്നുണ്ട്. ഈ കളവ് എല്ലാം കൂടെ പറയുമ്പോഴേ ഇവന് തന്നെ ചിരി വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും വേണ്ടില്ല, അങ്ങനെ മുസ്തഫാക്ക് എല്ലാ ക്ലാസ് എടുത്തു കൊടുത്തു വടിത്തങ്ങൾ എന്ന് പറയുന്ന ആ മനുഷ്യൻ. അങ്ങനെ ആ മുസ്തഫ എല്ലാ വിഷയങ്ങളും തിരുത്തി എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞത്. മുസ്തഫയോട് ചോദിച്ചു നോക്കാം. അല്ല മുസ്തഫ, നിങ്ങൾ പറഞ്ഞിരുന്ന ആശയങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറിയോ? എന്നിട്ടാണോ നിങ്ങൾ ആ മജ്‌ലിസിൽ ഇരുന്നത്? അകമ്പുള്ള ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ ആശയങ്ങൾ അന്നും ഇന്നും ഒക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങൾ ഞാൻ അടിയുറച്ച് നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, യഹിയൽ ബുഖാരി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്റെ പ്രഭാഷണങ്ങൾ മറ്റുള്ളവർ കേൾക്കണമെന്ന് ആഗ്രഹിക്കുകയും അത് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ആളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അവിടെ പോയി ഇത് യഹിയൽ ബുഖാരി അങ്ങോട്ടല്ല ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. യഹിയൽ ബുഖാരിക്ക് ഈ പറയുന്ന CH മുസ്തഫ ഇങ്ങോട്ടാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണ് CH മുസ്തഫ പറയുന്നത്. അപ്പൊ CH മുസ്തഫാന്റെ ആശയത്തിലാണ് ഈ പറയുന്ന ഇവരുടെ വലിയ സ്വാഹിബുൽ ബക്കറ്റ് ആകുന്ന ഈ പറയുന്ന ഈ വടിത്തങ്ങൾ എന്ന് പറയുന്ന ഈ മനുഷ്യൻ നടക്കുന്നത്. അതാണ് വലിയ മശായിഖായിട്ട് ഇയാൾ കൊണ്ടുനടക്കുന്നത്. അതല്ലെങ്കിലും വടിത്തങ്ങളുടെ അറിവൊക്കെ നമുക്ക് മനസ്സിലായതാണ്. സിനിമയിൽ അഭിനയിച്ചതും സിനിമ കാണാമെന്നും സിനിമ അഭിനയിക്കാമെന്നൊക്കെ പാട്ട് പാടാമെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് തന്നെ വന്ന രംഗങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതിനു പുറമെയാണ് ഇപ്പോൾ CH മുസ്തഫാന്റെ ശിക്ഷണത്തിലാണ് ഇപ്പോൾ വടിത്തങ്ങൾ തന്നെ പോകുന്നത്. എല്ലാം പോകട്ടെ, ഇനി നമുക്ക് എങ്ങനെയാണ് CH മുസ്തഫ ഈ പറയുന്ന ഇബ്ലീസ് ത്വരീഖത്തിന്റെ മജ്‌ലിസിൽ വന്നത്, എത്തിപ്പെട്ടത് എന്നുള്ളത് നൗഷാദ് ന്യായീകരിക്കുന്നുണ്ട്. കേൾക്കാം. തങ്ങളോട് ഒരാൾ വിളിച്ചു ചോദിക്കുകയാണോ? തങ്ങളോട് നേരിട്ട് ചോദിക്കൂല, തങ്ങൾ അടുപ്പുള്ള ഒരാളോട്. എനിക്ക് തങ്ങൾ അവരുകളെ ഒന്ന് കാണണം. സയ്യിദ് യഹിയൽ ബുഖാരി ആത്മീയമായി ഇന്ന് കേരളത്തിൽ നേതൃത്വം നൽകുന്ന വലിയൊരു സയ്യിദാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സയ്യിദ് അവരുകളെ ഒന്ന് കാണണം, അവരെ കൈയൊന്ന് പിടിക്കണം എന്ന് ഒരാൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായും അത് നിരാകരിക്കുന്ന ആളല്ല ആര്? ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ.
അപ്പോൾ യഹ്യൽ ബുഖാരിയെ ഇങ്ങോട്ടൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് കെഞ്ചിയിട്ടാണ് CH മുസ്തഫ മൗലവി എന്ന ചേകനൂർ മൗലവി ഇങ്ങോട്ട് എത്തിയത് എന്നാണ് നൗഷാദ് പറയണത്. നമുക്ക് CH മുസ്തഫയോട് വീണ്ടും ചോദിക്കാം, അല്ല നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള യഹ്യൽ ബുഖാരി എന്ന വടിത്തങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു സൂഫി ആചാര്യനുണ്ട്. അദ്ദേഹം കാസർഗോഡാണ്. അപ്പൊ അദ്ദേഹം എന്നെ കുറേയായി അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനമുണ്ട്, മടവൂർ കോട്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. കുറേയായി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 6 മാസം മുമ്പ് ഞാൻ അവിടെ പോകേണ്ടതായിരുന്നു, പക്ഷെ ചില കാരണങ്ങളാൽ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് പോകാൻ പറ്റുമോ, നിങ്ങൾക്ക് 1-ാം തീയതി ഒഴിവുണ്ടാവോ എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയതാണ്. അങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്നല്ലാതെ അദ്ദേഹം തൗബ് ചെയ്യാൻ വേണ്ടിയിട്ട് കാസർഗോഡ് പോയിട്ട് ഈ പറയുന്ന വടിത്തങ്ങൾക്ക് മുമ്പിൽ പോയിട്ട് തൗബ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല മൂപ്പര് പോയത്. മൂപ്പര് വിളിച്ചു വരുത്തിയതാണ്. ഇയാളുടെ ഉസ്താദാണ്, ഈ മറ്റേ വടിത്തങ്ങളുടെ ഉസ്താദാണ് ഈ പറയുന്ന CH മുസ്തഫ എന്ന് പറയുന്ന ഇദ്ദേഹം. അതിനെ കിടന്ന് ഇങ്ങനെ ന്യായീകരിക്കുക, അതല്ലെങ്കിലും നൗഷാദ് പറഞ്ഞു കുടുങ്ങിയതാ. അപ്പോ എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇബ്ലീസിനെ സേവിക്കുന്ന, ഇബ്ലീസിനെ സ്നേഹിക്കുന്ന ഇവരുടെ ഈ ഗതി ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നൗഷാദ് ഇപ്പൊ ഇബ്ലീസിനെ വല്ലാണ്ട് മഹബത്ത് വെച്ച് ഇബ്ലീസിനെ സ്വർഗത്തിന്റെ വാതിൽ വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തള്ളിക്കൊടുത്ത സ്വർഗത്തിൽ കണ്ട് കിടക്കും, അത്ര രൂപത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഇബ്ലീസാണ് ഇപ്പോ ഈ പറയുന്ന നൗഷാദിനെ ഇങ്ങനെ പറഞ്ഞ് കുടുക്കി വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇബ്ലീസിനെ സ്നേഹിച്ച ഈ ആളുകൾക്ക് വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ ലഭ്യതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ വിഭാഗത്തിൽ പെടുത്താതെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താക്കി തരുമാറാകട്ടെ. നിങ്ങളുടെ അടിത്തറ ഇളക്കിയിട്ട് ഈ സംഘം ഈ മഹത്തായ പോരാട്ടം അവസാനിപ്പിക്കും.